നമസ്കാരം. ഇപ്പോൾ ഈ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ കറുത്തവനോടുള്ള കഴപ്പ് മാറൂല. അത് കൊല്ലങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിട്ട് ഉള്ളൊരു സംഭവം. അതിനുമുമ്പ് ചെറിയൊരു സംഗതി. ഞാൻ സാധാരണ കമ്പി കേസുകളാണല്ലോ എടുക്കൽ, കഥകൾ, കമ്പി സംഭവങ്ങൾ. അത് ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യും. ആ സംഭവങ്ങളൊക്കെ ഇനി അതിലേ കാണുള്ളൂ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കൊന്ന് ഞാൻ ചാമ്പുള്ളൂ. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? കറുത്തവരോടുള്ള കഴപ്പ് തീരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, പണ്ട് തുടങ്ങി ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കണ കറുത്ത സ്ത്രീകളുടെ മടിക്കുത്തഴിക്കുക, അവരുടെ മാനം കവർന്നെടുക്കുക, കറുത്തവനെ അടിച്ച് പുറംപൊളിക്കുക, ഇതൊക്കെ ശീലിച്ച് തരിപ്പ് മാറ്റി നടന്ന കുറേ എംബോക്കികൾ ഈ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അയ്യങ്കാളി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നിയമം മൂലം ഈ അയിത്തം, ഈ തീണ്ടൽ ഇതൊക്കെ നിരോധിച്ചെങ്കിലും ഇവന്മാരുടെ ഉള്ളിൽ നിന്ന് ഇത് പോയിട്ടില്ല. അതായത് വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞിട്ട് വൈക്കം ബോട്ടിയെട്ടിലൊരു സമ്മേളനം നടക്കുമ്പോൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞെന്താണെന്നറിയാം? നമ്മൾ വഴി നടക്കാനുള്ള സമരമല്ല ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ച അതിനല്ല, നമ്മൾ ഇനിയൊരു സമരവും കൂടി ചെയ്യാണ്ട് ഇതേപോലെ സമാധാനപരമായിട്ട്. ഇപ്പം ഇവിടെ നിയമം മൂലം നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഈ ഏറ്റവും അപകടമുള്ള അയിത്തം എന്ന് പറഞ്ഞ സാധനം ചില മതിൽക്കെട്ടുകൾക്കുള്ളിലും ചിലവന്മാരുടെ ഉള്ളിലും ഒളിച്ചിരിക്കുക. അതിന് ഇതേപോലെ തന്നെ സമാധാനപരമായിട്ട് നമുക്ക് നേരിട്ടിട്ട് അതും കൂടി ഉച്ചാടനം ചെയ്യണമെന്ന് പറഞ്ഞ് എന്തൊരു ദൂരക്കാഴ്ചകളായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇന്ന് ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. കറുത്തവന എന്തിന് ഉദാഹരണം ഈ വേടന എന്തായിരുന്നു ഒരു അന്താരാഷ്ട്ര കുറ്റവാളിനെ കൊണ്ടുപോകണല്ലേ അവനെ കൊണ്ടുപോയത്. മണിനോടെന്താ ചെയ്തത്? മധുവിനോടെന്താ ചെയ്തത്? ഇപ്പം ഏറ്റവും അവസാനം ഈ പേരൂർക്കട ബിന്ദു എന്ന് പറഞ്ഞ ഒരു ദളിത്, അവൾ കറുത്തതാണ്. പോലീസ് അമ്മമാരുടെ അടുത്ത് കിട്ടിയിട്ട് എന്തായിരുന്നു, ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് കക്കുസ പോയി കുടിക്കാനാണ് പറഞ്ഞത്. ഇവരൊന്നും മനുഷ്യരായിട്ട് കൂട്ടിയിട്ടില്ല. ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കണ ഈ തിളക്കണ ഇതുണ്ടല്ലോ, കറുത്തവനോടുള്ള കഴപ്പ്. അത് ഇവിടെ മാത്രമല്ല, ഈ പട്ടാളത്തിൽ പണ്ട് 45 കൊല്ലം മുമ്പൊക്കെ ഉണ്ട് ഈ കറുത്തവര. കാലാ മദ്രാസി എന്നാ പറയുക. ഈ മലയാളിനെ അവന്മാർ മദ്രാസി എന്നാ വിളിക്കുക. കാലാ മദ്രാസി, കറുത്ത മദ്രാസി എന്ന്. ശരിക്കും കേരളം ഈ തെക്കേ ഇന്ത്യ ആരുതായിരുന്നു? കറുത്തവരുതായിരുന്നു. മറ്റേ തെണ്ടികളൊക്കെ ഇവിടെ നുഴഞ്ഞു കയറി ആക്രമിച്ച് ഇവിടെ അധികാരം പിടിച്ച് പറ്റി ഇവരെയൊക്കെ മൂലൊക്കെ ആക്കിയതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടെന്ന് പറയണത് ഇവരും ആക്കിയതാണ്. വഴി നടക്കാൻ പാടില്ല, പൊതുവഴി കൂടി നടക്കാൻ പാടില്ല, എന്തൊക്കെയായിരുന്നു ഇവിടെ. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ദളിതർ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ചപ്പോൾ ഈ തെക്കൻ ജില്ലയിലത്തെ ഒരു നായരാണ് ഏതൊരു മേൽജാതി ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചത്. അധകൃതർ സ്കൂളിൽ വരിക, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേഷം ഇപ്പോഴും പോയിട്ടില്ല. ഈ കലാഭവൻ മണിനെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവരങ്ങനെ എത്ര വലിയ സെലിബ്രിറ്റി ആവണം. വേടനിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്, അവനെ ചവിട്ടി താത്തണം. പിന്നെ വിനായകനും വിടാം, അവൻ പുണ്യാളനൊന്നുമല്ല. പക്ഷേ ഇതേ കേസ് വേറൊരുത്തൻ ചെയ്താലുള്ള ഇമ്പോർട്ടൻസ് അല്ല, വിനായകൻ ചെയ്ത ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ? അവൻ കറുത്തതാ. തെറ്റ് തന്നെ ആര് ചെയ്താലും അതൊക്കെ. കലാപമണിനെയൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നൊക്കെ അപമാനിച്ചിട്ടുണ്ട് കസ്റ്റംസുകാർ. ഓരോരോ പേരും പറയും. കാരണം അധികാരം ഈ കഴപ്പുള്ളിലുള്ളവന് അധികാരം കൂടി കിട്ടുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. മനസ്സിലായ? അതിരമ്പള്ളി ആ ഭാഗത്ത് ഫോറസ്റ്റ് അമ്മമാർ കലാപം മണിയായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അധികാരമുള്ളവന് പേന കടലാസം ഉണ്ടെങ്കിൽ ഏത് കേസിലും ആരെയും പെടുത്താം. പക്ഷെ കറുത്തവനെ പെട്ടെന്ന് പെടുത്തും. ഇപ്പം ആ പാവം സ്ത്രീനെ 2.25 പവൻ്റെ 2.5 പവൻ്റെ മാല കറ്റുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അപമാനിച്ച്. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ റോഡ് പണി നടക്കുമ്പോൾ കറുത്ത പെണ്ണുങ്ങളൊക്കെ ആറ് ചുമക്കണം, കൊണ്ടുപോയി കൊടുക്കണം, അതൊക്കെ ചെയ്യണം. ഒരു വെളുത്തവൾ പണിക്ക് വന്നപ്പോൾ ഉണ്ട് ഒരു ചെറുപ്പക്കാരത്തി, എല്ലാവരും മൂക്കത്ത് വരലൊക്കെ, അയ്യോ പാവല്ലേ പണിക്ക് വന്നേക്കല്ലേ.
കറുത്തവർ പണിക്കായിട്ട് ജനിച്ചതാണ്. ഈ വെളുത്തൊരുത്തി തൊലി വെളുത്തവള് പണിക്ക് വന്നപ്പോൾ എല്ലാവർക്കും സഹതാപം. അയ്യോ പാവ, മറ്റവരൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ജനിച്ചവർ. ഈ പാവം അധകൃതരായിട്ടുള്ള സ്ത്രീകളുടെ മടക്കി കുത്തഴിച്ച് ആദ്യ രാത്രി ഇവിടുത്തെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ആദ്യ രാത്രി തന്നെ ആ പെണ്ണിനെ ആസ്വദിക്കണ ആരാന്ന് പറയണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഇപ്പം അത് മറ്റൊരു രൂപത്തിൽ, കാരണം നിയമം മൂലം ഇതൊക്കെ നിരോധിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്രിവിലേജ് ഉണ്ട്, അവർക്ക് നിയമം മൂലം പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നിട്ട് കൂടി ആ ദളിത് സ്ത്രീനെ ഒരു പുഴുവിൻ്റെ വിലയില്ലാണ്ടാണ് 24 മണിക്കൂർ. 2025 നമ്മൾ ജീവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ എൻ്റെ പിണറായി വിജയൻ സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടല്ലോ, തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന്. തൃശ്ശൂർ എവിടെ പറയാ, ഫോട്ടോസൊക്കെ തന്നെ കണ്ട്. സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് ഇതെന്ന്. പോരേ പൂരം. ഞാനാണ് വിശ്വസിച്ച്. എല്ലാവരും കണക്ക് തന്നെ. കറുത്തവനെ കണ്ട കഴപ്പ് മാറൂല. അത് മാറ്റണം നമുക്ക്. നമസ്കാരം.